ഷുവറായിട്ടോ നമുക്ക് സിനിമയാണല്ലോ അൾട്ടിമേറ്റ് പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ക്യാരക്ടർ റോൾ എന്തും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ക്യാരക്ടറായിട്ട് അങ്ങനെ നമുക്ക് ക്യാരക്ടറായിട്ട് ജീവിക്കാൻ കിട്ടുന്ന ഒരു പരമാനന്ദ സുഖമുണ്ട്, ഒരു അനുഭൂതി. അത് ഭയങ്കര അതിന്റെ ആസ്വാദനമാണ് ആക്ച്വലി നമ്മളെ അഭിനയത്തിലേക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വലിയൊരു ഘടകം. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്യാരക്ടറായിട്ടൊക്കെ ജീവിക്കാന്നൊക്കെ പറഞ്ഞാലേ കല്യാണരാമനിലെ യാദേവി സർവഭൂതേഷു ആ പാടായിരുന്നു. അത് അതാണെങ്കില്ല അത് കരയൊക്കെ ഇട്ട് പാടി തുടങ്ങി. പക്ഷെ എനിക്ക് കരയൊക്കെ ഇട്ട് പാടാറില്ല. ഇച്ചിരി പ്രശ്നമാണ്, നീ ചെയ്ത് ശരിയാവില്ല. ഞാൻ ലാസ്റ്റ് ചെയ്താ ശരിയാവില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ തന്നെ ചെയ്തു. എനിക്ക് റൊമാൻറ്റിക് പോയിട്ട് എനിക്കൊന്നും വരുന്നില്ല. ഞാൻ ചെല്ലപ്പോടെ അച്ഛൻ നോക്കണ്ട, അമ്മ നോക്കണ്ട. രാത്രി 2 മണി 3 മണിക്ക് ഷൂട്ട്. അമ്മ അങ്ങനെ എത്തിച്ചു നോക്കും, അച്ഛങ്ങനെ എത്തിച്ചു നോക്കും, ഇങ്ങനെ എത്തിച്ചു നോക്കും. അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഇപ്പൊ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? ഡ്രീം സോങ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആദ്യം പരിചയം. പിന്നെ പറയാലേ വെൽക്കം ടു സ്റ്റോറി സോ. സ്റ്റോറി സോയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ക്യൂട്ട് കപ്പിൾസ് ആണ്. വീഡിയോ ക്രിയേറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ആയിട്ടുള്ള വിനീത് രാമചന്ദ്രൻ ആൻഡ് ചിഞ്ചു വിനീത്. വെൽക്കം ടു ദ ഷോ രണ്ടുപേർക്കും. എന്താണ് നിങ്ങൾ രണ്ടുപേരും വീഡിയോ കാണുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ പറയാം കാണാറുണ്ട് വീഡിയോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ വെബ് സീരീസിന്റെ ആ ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും മാത്രം വെബ് സീരീസ് ആളുകളെ ഇങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇരുത്താനായിട്ട് പറ്റും? ഇപ്പൊ ഇങ്ങനെ ഇരുത്താൻ പറ്റുന്നൊക്കെ ചോദിച്ചപ്പോ അതിന് പറയാ നമ്മളിപ്പോ നമ്മള് ഉണ്ടാക്കണ ഭാഗ്യം കൊണ്ട് അങ്ങനെ കിട്ടി പോയതാണ് ആക്ച്വലി. കണ്ടന്റ്സ് എങ്ങനെയാ കിട്ടണത് ഇതിന് വേണ്ടിട്ട്? കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകളെ രസിപ്പിക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഇത്രയും അധികം ആളുകൾ കാണിപ്പിക്കണം. അല്ലാണ്ട് നമ്മളിപ്പോ ഒരു 10, 100, 200 ആളുകൾ കാണിപ്പിക്കാൻ വേണ്ടിയല്ല ചെയ്യണത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മള് ഇത്ര ആളുകൾ കാണണമെങ്കിൽ അതിന് പറ്റുന്ന ആശയങ്ങൾ വേണം. അപ്പൊ കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്ക് വേണം. അപ്പൊ അങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ നമ്മൾ കണ്ടെത്തി വരുന്നതാണ്. കൂടുതലും പ്രണയം റിലേറ്റഡ് ആണല്ലേ ചിഞ്ചു? പ്രേമമാണല്ലോ എല്ലായിടത്തും ഈസിയാണ് ചെയ്യാനായിട്ട്. എങ്ങനെ രണ്ടുപേരും ലവ് മാരേജ് ആണല്ലേ? അതെ, ഞങ്ങള് ലവ് മാരേജ് ആണ്. ആ ഒരു കഥയിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ ഈ വെബ് സീരീസ് ആണ് നമ്മൾ ഹൈലൈറ്റ്. കാരണം ഏറ്റവും കൂടുതൽ ഞാനടക്കമുള്ള ആളുകൾ കൂടുതലും നിങ്ങളുടെ കാണുന്നത് ഈ വെബ് സീരീസ് ആണ്. ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, അടിപൊളിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ പറയണം എന്ന് കരുതി വെച്ചൊരു കാര്യമാണ്. ഓക്കെ ചേഞ്ചു, പറയൂ എന്താണ് ഈ ഒരു കണ്ടന്റ്സ്? എങ്ങനെ ഈ പ്രണയമൊക്കെ അഭിനയിക്കാൻ എങ്ങനെയുണ്ട്? പാടായിരുന്നു. ഓക്കെയാണ്. ഒരു കോവിഡ് ടൈമിൽ വന്ന ഒരു റിലാക്സേഷൻ അല്ലേ? സ്റ്റാർട്ടിങ്. പിന്നെ കൂടുതലും ഫിലിം എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇത്തരം വെബ് സീരീസും അതുപോലെ ഇത്തരം വീഡിയോസ് എല്ലാം ക്രിയേഷൻ ഒക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഷുവറായിട്ടോ നമുക്ക് സിനിമയാണല്ലോ അൾട്ടിമേറ്റ് പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 2 ഫിലിം ചെയ്തു, ഓൾറെഡി പാലും പഴവും പിന്നെ ജാനകി ജാനകി. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയാണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യത്തെ ആക്ച്വലി ഒരു ചെറിയൊരു ജാനകി ജാന അനീഷ് ഉപാസന എന്ന് പറഞ്ഞ ഡയറക്ടർ, അതിൽ ഞാൻ അത് വലിയ സീനിലൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു റോളിലല്ലോ ഇതിൽ. രണ്ടാമത്തെ VKP സാറിന്റെ മീര ജാസ്മിൻ, അശ്വിൻ ജോസ് ഒക്കെ അഭിനയിച്ച പാലുംപഴമാണ് എൻ്റെ ആക്ച്വലി എൻ്റെ ഒരു മേ ബി അത് തന്നെ ആയിരിക്കാം എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ ലെങ്തി ആയിട്ട് ഫുൾ ഹീറോന്റെ കൂട്ടുകാരനായിട്ട് അശ്വിന്റെ കൂട്ടുകാരനായിട്ട് നല്ലൊരു കഥാപാത്രം കിട്ടിയിരുന്നു. താങ്ക്സ് ടു വിനോദ് ഉണ്ണിത്താൻ ആസ് എ പ്രൊഡ്യൂസർ. Then VKP സാറും. ചിഞ്ചുവിനെ നമുക്ക് ഫിലിമായിട്ട് അതെ, ഓഹോ, ചെറിയൊരു ഭാഗം ഡബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിഞ്ചുവിനെ നമുക്ക് വൈകാതെ തന്നെ കാണാനായിട്ട് പറ്റൂലേ നമ്മുടെ ഫിലിമിൽ? അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ വരുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഹാ. കൂടുതൽ രണ്ടുപേരില്ലേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ്, ഇന്ന പെർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക്? അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വില്ലൻ റോൾ ചെയ്യുന്നതായിരിക്കും ആഗ്രഹം, ചില ആൾക്കാർക്ക് അങ്ങനത്തെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും എസ്പെഷ്യലി ഇന്ന ക്യാരക്ടേഴ്സിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? ക്യാരക്ടർ റോൾ എന്തും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ക്യാരക്ടറായിട്ട് അങ്ങനെ നമുക്ക് ക്യാരക്ടറായിട്ട് ജീവിക്കാൻ കിട്ടുന്ന ഒരു
പരമാനന്ദ സുഖമുണ്ട്, ഒരു അനുഭൂതി. അത് ഭയങ്കര അതിന്റെ ആസ്വാദനമാണ് ആക്ച്വലി നമ്മളെ അഭിനയത്തിലേക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വലിയൊരു ഘടകം. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്യാരക്ടറായിട്ടൊക്കെ ജീവിക്കാന്നൊക്കെ പറഞ്ഞാലേ. എങ്ങനെയായിരുന്നു സ്കൂൾ കാലഘട്ടമൊക്കെ? എങ്ങനെയായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ അഭിനയം എന്ന് പറയുന്ന ഇത് ഉണ്ടായിരുന്നു? സത്യമായിട്ടും ഞാൻ ഭയങ്കര പുറകിലായിരുന്നു. എനിക്ക് ആഗ്രഹം ഭയങ്കര നാടകത്തിലൊക്കെ ഇല്ല. ഞാൻ ആക്ച്വലി സ്റ്റേജിൽ ഓരോരുത്തർ പെർഫോം ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ അന്താളിച്ചുന്നുണ്ട്. എനിക്ക് ചെയ്യണത് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ത്വരയൊക്കെയാണ്. ഭയങ്കര നമുക്ക് കയറി ഭയങ്കര പൂജയൊക്കെ കയറി പൊളിച്ചടുക്കണം എന്നൊക്കെ തോന്നിയില്ലേ. പക്ഷെ സ്റ്റേജ് ഭയങ്കര ഫേമസ്. അങ്ങനെ ഒരു വലിയൊരു അനുഭവം തന്നെ എനിക്കുണ്ട്. ഒരു തവണ ഞാൻ പാട്ട് പാടും. എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്ന ഞാൻ നോർമലി പാട്ട് പാടും. അന്ന് ഇതുപോലെ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പാട്ട് പാടാനായിട്ട് എങ്ങനെ വിളിച്ച് ഞാൻ അപ്പൊ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ മുമ്പേ സെലക്ട് ചെയ്ത് വെക്കും. അപ്പൊ ബീന ടീച്ചർ, എനിക്ക് ഓർമ്മ ഡിഫറെന്റ് ടീച്ചർ, ഡ്രോയിങ് ടീച്ചറായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയാണ് അങ്ങനെയൊക്കെ വിളിക്കുക. അപ്പൊ അന്ന് സ്റ്റേജിൽ പാട്ട് പാടുന്ന സമയത്ത് മറ്റേ ഈ പാട്ടായിരുന്നു നമ്മുടെ കല്യാണരാമനിലെ യാ ദേവി സർവഭൂതേഷു ആ പാട്ടായിരുന്നു. അത് അതാണെങ്കില്ല അത് കരവൊക്കെ ഇട്ട് പാടി തുടങ്ങി. പക്ഷെ എനിക്ക് കരവൊക്കെ ഇട്ട് പാടാറില്ല, സത്യം എനിക്കറിയില്ല. പക്ഷെ അത് ഒരു കണക്കിന് സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൂടെ ഒരാൾ പാടുന്നുണ്ട്. പാട്ട് കരമൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പാട്ട് അറിയാം. ആ അവസ്ഥ ഭയങ്കര പ്രശ്നം. കൂലി കിട്ടിയതോ അന്ന് ഞാൻ പേടിച്ച് തലയിറങ്ങി വീണു. എനിക്ക് വീണു ടീച്ചർ എനിക്ക് നല്ല ഓർമ്മ. ഇപ്പൊ വീണു ടീച്ചർ ഞാൻ ഉണരുമ്പോ വീണു ടീച്ചർ മടിയില്ല. അങ്ങനെ മുഖത്ത് വെള്ളമൊക്കെ വെച്ച് ആകെ എനിപ്പിച്ച് ആകെ കയ്യിന്ന് പോയി. ഞാൻ ആകെ അങ്ങനെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എനിക്ക്. അതെ. പക്ഷെ ഞാൻ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ കയറാനുള്ള പിന്നീട് എനിക്ക് വളർന്നോളായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കോളേജ് ടൈമിലും സ്കൂൾ ടൈമില് ഞാൻ ഭയങ്കര പുറകിലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അതെന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഫയർ എങ്ങനെയായിരുന്നു അതങ്ങനെ കത്തിക്കാൻ വന്നൊരു സമയം ഞാൻ കത്തിച്ചു. ചിഞ്ചു എങ്ങനെയായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ? എങ്ങനെയായിരുന്നു ഡാൻസിലോ പാട്ടിലൊക്കെ? ഇങ്ങനെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പാട്ടില്ല. പാട്ട് പാടി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റണ പരിപാടിയല്ല മനസ്സിലായിരുന്നു. അതൊക്കെ പറ്റണ പരിപാടിയല്ലേ. ഡാൻസ് പിന്നെ നല്ല തല്ല് കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി. അടുത്ത സ്കൂളിൽ ചെന്നു, അടുത്ത സ്കൂളിൽ ട്രൈ ചെയ്തു. അതേ മാഷും ടീച്ചറും. അവിടെ നിന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്കൂളിൽ ചെന്നപ്പോ അവിടെ ഞാൻ പഠിപ്പിക്കാൻ നിന്നപ്പോ അതേ മാഷും ടീച്ചറും. പിന്നെ ഞാൻ ഡാൻസ് നിർത്തിപ്പോയി. എന്റെ ആഗ്രഹം ഇപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷെ ഓർമ്മ വരുന്നത് ആ ടീച്ചറേയും മാഷാണ്. കലാഹൃദയം പുറത്തേക്ക് വന്നത് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാണ് മീഡിയ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, നമുക്ക് ഭയങ്കര താല്പര്യമുള്ള ഫീൽഡാണ്. ചോദിക്കും ഞാൻ ഒരു അച്ഛൻ്റെ അടുത്ത് കൈരളി TV എന്തിലോ അങ്ങനെ ആങ്കറിന്റെ വേക്കൻസി ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് കണ്ടിരുന്നു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ ഞാനിതൊന്ന് അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല, അതൊക്കെ ഭയങ്കര മോശമാണ്, മോശം ഫീൽഡ്, അതൊന്നും നമുക്ക് ശരിയാവില്ല, പെണ്ണുങ്ങൾക്ക് ഒട്ടും ശരിയാവില്ല. അതിൽ പിന്നെ ഞാൻ മനസ്സിലായി ഇത് എനിക്ക് ശരിയാവില്ല. പിന്നെ ഞാൻ സ്കൂളിലൊരു സ്കിറ്റ് പോലെ ഞാൻ തന്നെ എഴുതി ഞങ്ങൾ തന്നെ അവതരിപ്പിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. സ്റ്റേജിൽ ഞാൻ ഒരു പ്രാവശ്യം ശാസ്ത്രീയ സംഗീതം ഒരു വർഷം ശരി പഠിച്ച് ഇരുന്നിട്ടാണല്ലോ ശാസ്ത്രീയ സംഗീതം. ഇരുന്നിട്ട് വരെ എന്റെ കാലും തൊടയ്ക്ക് ഇങ്ങനെ വിറാന്ന് വിറയ്ക്കണ ആള് സ്കിറ്റ് ചെയ്തപ്പോ ഞാൻ കൂളായിട്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണെന്ന് മനസ്സിലായി. പിന്നെ വരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കി. എന്നെ തീരെ വിശ്വാസം ഉണ്ടായില്ല കൊണ്ടുവരാനായിട്ട്. അല്ല ഞാൻ ചെയ്യോ ഇല്ലേ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ എന്റെ മനസ്സിലാ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ എങ്ങനെയാണ് എന്താണ് ഒന്നും അറിയില്ല. ഇവള് ആക്ച്വലി എന്റെ അടുത്ത് പറയുന്നത് ഇവള് നാടകം സ്വന്തമായിട്ട് എഴുതിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിങ്ങനെ ഇപ്പോഴും പറയാം. ചെയ്തിട്ടുണ്ട്, നാടകം അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഈ അഭിനയം എന്ന് പറഞ്ഞൊരു മനസ്സിന്റെ കല്യാണം. ആ സാധനം പഠിച്ചെടുക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, അത് പക്ഷെ അത് ഇവൾക്ക് വഴങ്ങോ ഇല്ലയോ എനിക്ക് അറിയില്ല. പക്ഷെ ഇവള് പിന്നെ അങ്ങനെ സാഹചര്യം ഉണ്ടായി. അതാണ് സത്യം പറഞ്ഞാൽ ഇവള് എൻട്രാൻ. അങ്ങനെ ഇതിനു മുമ്പ് ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സാഹചര്യത്തിൽ നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. ബാക്കി കൊറേ ആക്ട്രസിനെ നോക്കി ഷൂട്ടിന്റെ സമയം ഞാനിവിടെ റെഡി ആയി നിൽക്കാമല്ലോ, ഞാൻ വരാം. അപ്പോഴും പറഞ്ഞു ചിഞ്ചു ഇത് നീ ഇച്ചിരി പ്രശ്നമാണ്, നീ ചെയ്ത് ശരിയാവില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്താ ശരിയാവില്ലെങ്കിൽ ഇനി ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ തന്നെ ചെയ്തു. പക്ഷെ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വർക്ക് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് വർക്ക് എന്റെ വീട്ടിലാ ഷൂട്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴുള്ള ഷൂട്ട്. അത്
കള്ളൻ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് അത്യാവശ്യം കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് എനിക്ക് റൊമാൻറ്റിക് പോയിട്ട് എനിക്ക് ഒന്നും വരുന്നില്ല. ഞാൻ ചെല്ലക്കൂടെ അച്ഛൻ നോക്കണ്ട അമ്മ നോക്കണ്ട. രാത്രി 2 മണി 3 മണിക്ക് ഷൂട്ട് അമ്മ അങ്ങനെ എത്തിച്ചു നോക്കും, അച്ഛൻ ഇങ്ങനെ എത്തിച്ചു നോക്കും, ഇങ്ങനെ എത്തിച്ചു നോക്കും. റൊമാൻസ് ചെയ്യാൻ പറയുമ്പോ ഞാൻ അച്ഛനെ നോക്കും. അച്ഛനൊന്നും പ്രതീക്ഷയല്ല ഷൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഇരുന്നെങ്കിൽ വെച്ചിട്ടുണ്ടല്ലേ അന്ന് വെളുപ്പിനായി തോന്നൂലെ വെളിച്ചേ തോന്നുന്നു ഷൂട്ട് കഴിഞ്ഞപ്പോ. അന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു ഷൂട്ട്, ഭയങ്കര രസമായിരുന്നു. പക്ഷെ അതൊറ്റ ഇതിൽ നിന്നാണ് പിന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയത്. അതിനുശേഷം കോലാഹലം എന്ന് പറഞ്ഞ എപ്പിസോഡ് അത് അന്നാണ് ഞാൻ ശരിക്കും ടാലന്റ് ശരിക്കും എനിക്ക് പുറത്തുനിന്ന് കൊലാൽ ഭയം കൊലാലൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റ് ആണ്. ഇനി വേറെ എന്തെങ്കിലും പിന്നെ ഇതാകുമ്പോ പിന്നെ ലാഭമാണ് നമുക്ക് വേറെ പല. അപ്പൊ അങ്ങനെ ഭയങ്കര അത് എനിക്ക് പിന്നെ വർക്കായാണ് പിന്നെ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഇപ്പൊ പൊളിയാ എന്നെക്കാളും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? ആ പിന്നെ ഈ ഫീൽഡിൽ ഒരുപാട്. പക്ഷെ ഈ ചേഞ്ച് അല്ല അറിയേണ്ടത്, നിങ്ങള് പ്രേമിച്ചു തുടങ്ങിയ ആ സമയം അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ആ സമയം എന്താ അത് ആ സമയത്ത് നല്ല സമയമാണോ വിനീതേട്ടാ? അല്ല ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ നമ്മുടെ ആ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എനിക്ക് തൊട്ട് മുമ്പും ഇത് ഈ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ അതൊക്കെ നോർമലി ഉണ്ടാവും, സാധാരണ പ്രായങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഡ്രീംസ് ചാലക്കുടി ഡ്രീം സോൺ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് പരിചയം പറഞ്ഞത്. പിന്നെ പറയാല്ലേ ചിഞ്ചുനോട് അനുവാദം ചോദിക്കട്ടെ പറയട്ടെ. ഞാൻ അവിടെ ആക്ച്വലി ഞാൻ പഠിച്ചത് അനിമേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, 3D ആർക്കിടെക്ചർ ഡിസൈനിങ്. അപ്പൊ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അനിമേഷൻ ആർക്കിടെക്ചർ. അവിടെ ഈ 3D പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ സ്റ്റേറ്റുകളവിടെ ഓട്ടോക്യാഡും 3D ഒക്കെ പഠിക്കാൻ അങ്ങനെ നോർമലി അവിടെ ഒരു കമ്പ്യൂട്ടർ ലാബും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇതായി. പക്ഷെ അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞാൻ അവതരിപ്പിച്ചല്ല. പക്ഷെ ഞാൻ സംസാരിച്ചില്ല, ആക്ച്വലി ബേസിക്കലി പറഞ്ഞ സംസാരിച്ചല്ല, സംസാരിച്ചില്ല. പക്ഷെ കണ്ണുകൊണ്ടുള്ള ഒരു പ്രണയമായിരുന്നു, കണ്ണുകൊണ്ട് സംസാരിച്ചിരുന്നത്. പിന്നെ അറ്റ്ലാസ്റ്റ് ഞാൻ വളർന്ന് പോരുന്ന സമയത്താണ് ഞാനത് പറഞ്ഞൊരു കാര്യം ഒരു താല്പര്യമുണ്ട്. നല്ലൊരു റെസ്പോൺസ് ഒറ്റടിക്ക് ഒറ്റ കരച്ചില് കഴിഞ്ഞു കത്തിയില്. ഇനി ഇത് ഇവിടെ നിക്കണ്ട, എത്ര ഭാഗ്യം ഇപ്പൊ പറഞ്ഞത് ഞാൻ അവിടെ പോയി, നാളെ ഞാൻ ഇവിടെ കയറണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം പോയില്ല.